ബേസിക്കലി ബേസിലിൻ്റെ ഒരു സ്റ്റൈൽ സിനിമ എന്ന് പറയാം. ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഫാമിലി ഓഡിയൻസിന് തീർച്ചയായിട്ടും കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു അടിപൊളി പടം തന്നെ. അത്രയ്ക്ക് പുള്ളി ഒരു വേറെ സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്. മസ്റ്റ് തിയേറ്ററിൽ വാച്ചാണ് എല്ലാവരും കാണുന്നത്. ഗൈസ്, അപ്പോൾ വെറും ₹1 iPhone 16 വിൻ ചെയ്യാം. വിശ്വാസം വരുന്നില്ലല്ലേ? My11 സർക്കിളിന്റെ പുതിയ ഗിവ് അവേ ഓഫറാണിത്. ഇത് എങ്ങനെയെന്നറിയാൻ വീഡിയോ ഫുള്ള് കണ്ടോ. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ വർഷത്തെ രണ്ടാമത്തെ സിനിമയായിട്ട് ബേസിൽ ജോസഫ് എത്തുന്നു. GR ഇന്ദുഗോപന്റെ 4-5 ചെറുപ്പക്കാർ എന്ന നോവലിനെ ബേസ് ചെയ്ത് വരുന്ന ഒരു സിനിമ. പൊന്മാൻ, കൂടെ അമ്പാൻ സജിൻ ഗോപു ഉണ്ട്. അപ്പോൾ പൊന്മാൻ ഡയറക്ടർ ബൈ ജ്യോതിഷ് ശങ്കർ, മ്യൂസിക് ബൈ ജസ്റ്റിൻ വർഗീസ്. കണ്ടിറങ്ങിയ ഓഡിയൻസിനോട് എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നേരെ പൊന്മാൻ റിവ്യൂലേക്ക്. ബ്രോ, എങ്ങനെയുണ്ട്? കൊല്ലം തീമിൽ അധികം സിനിമകളൊന്നും വന്നിട്ടില്ല. ഒരു കൊല്ലം ബേസ് ചെയ്തും ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് ഇത് കണ്ടിട്ട് എങ്ങനെയുണ്ട്? പക്ഷെ ഇത് അടിപൊളിയാണ്. ഇത് കറക്റ്റ് കൊല്ലം മാത്രമാണ്. അതായത് നമ്മൾ പോയിട്ടുള്ള സ്ഥലങ്ങളായാലും എല്ലാം കറക്റ്റ് അടിപൊളി. നമുക്കത് ഫീൽ ചെയ്യില്ല. നമ്മൾ ഓൾമോസ്റ്റ് പോയതുകൊണ്ട് അടിപൊളിയാണ്. പിന്നെ ഫാമിലി ഓഡിയൻസിന് വർക്കായിട്ടുണ്ട്. പിന്നെ പേഴ്സണൽ ഇമോഷണൽ കണക്ഷനും വരും ഈ പടത്തിനകത്ത്. പിന്നെ ആക്ടിങ് വൈസ് നോക്കുവാണെങ്കിൽ എല്ലാവരും, അതായത് ഇമ്പോർട്ടൻ്റ് കൊടുത്ത 4-5 ക്യാരക്ടേഴ്സിന് നമുക്ക് അതേ കണക്കാണ് അവർ അഭിനയിച്ച് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ബേസിൻ്റെ അടുത്ത ഹിറ്റാണ് പുള്ളിയുടെ. പിന്നെ ഒരു ത്രില്ലറായിട്ടാണോ പോകുന്നത്? ഒരു ഫീൽ ഗുഡ് ത്രില്ലറും ഉണ്ട്, ഫീൽ ഗുഡ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമോഷണലി പൊന്മാൻ അതിൽ തന്നെ ഉണ്ട് എല്ലാം. പിന്നെ രണ്ടാമത് അമ്പാനെ പ്രതീക്ഷ ഈ പടത്തെ കാണാൻ വേണ്ടി വരരുത് ദയവ് ചെയ്ത്. അത്രയ്ക്ക് പുള്ളി ഒരു വേറെ സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്. മസ്റ്റ് തിയേറ്ററിൽ വാച്ചാണ് എല്ലാവരും കാണുന്നത്. ടോട്ടലി എങ്ങനെയുണ്ട് പടം? കൊള്ളായിരുന്നു, നല്ല പടമായിരുന്നു. നമ്മുടെ കൊല്ലത്ത് വെച്ച് ഷൂട്ട് ചെയ്ത് നമുക്കൊരു ട്രിബ്യൂട്ട് പോലെ ഫസ്റ്റ് ഒരു പാട്ട് വന്നെങ്കിൽ നമ്മുടെ കൊല്ലത്ത് ഭയങ്കരമായിട്ട് ഒരു സാധനമാണല്ലോ സ്ത്രീധനം എന്നുള്ള പരിപാടിയൊക്കെ. അപ്പം ഇപ്പോൾ ഞാൻ എൻ്റെ അനിയത്തിൻ്റെ കല്യാണം റീസെൻ്റ്ലി കഴിഞ്ഞുകൊണ്ട് ഞാൻ അനുഭവിച്ച കുറേ ടെൻഷൻ ഉണ്ടായിരുന്നു തുടക്ക ഭാഗത്തൊക്കെ. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഉള്ളിൽ നിന്ന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഭയങ്കര നല്ല രസമുണ്ട്. ജോണർ എങ്ങനെയാണ് പോകുന്നത്? ഒരു ത്രില്ലിങ്ങിലായിട്ടാണ് നമ്മൾ, അതായത് നമ്മുടെ ബേസിൻ്റെ എതിരാളി ആരാന്ന് നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ അത്രയും അധികായനായ ഒരു വ്യക്തിയെ ബേസിൽ എങ്ങനെ നേരിടുന്നു എന്നുള്ളത് അതാണ് സത്യത്തിൽ ആ ടെൻഷൻ നമുക്ക് കംപ്ലീറ്റ്ലി കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു ഇതുവരെ കാണാത്തൊരു പ്രശ്ന സ്റ്റോറിയാണ്. ആ ഒരു നോവലിനെ ബേസ് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ ഞാൻ നോവൽ വായിച്ചിട്ടില്ല. അതായത് എനിക്ക് സിനിമ കാണുമ്പോൾ ആ ഒരു ഫീൽ നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി എനിക്ക് ക്ലൈമാക്സിൽ എന്താ സംഭവിക്കുന്നതെന്നുള്ള എക്സൈറ്റ്മെന്റ് എനിക്ക് പടം കണ്ടു തീരുന്നതിനുണ്ടായിരുന്നു. ഇനി വേണം ആ നോവലൊന്ന് വായിക്കും. ടോട്ടലി തിയേറ്റർ വാച്ച് എല്ലാവർക്കും. എല്ലാ സിനിമയിലും ട്രിവാൻഡ്രം, കൊച്ചിയൊക്കെ ഭയങ്കര ഹൈപ്പിലെടുത്ത് കാണിക്കുമ്പോൾ ആദ്യമായിട്ട് കൊല്ലത്തെ കുറിച്ച് എടുത്ത് കാണിച്ചപ്പോൾ സന്തോഷം. കൊല്ലംകാർക്ക് മാത്രം ഇഷ്ടപ്പെടുത്തോളോ? ഇല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എങ്ങനെയാണ് ഫുള്ള് പോകുന്നത്? ഒരു ത്രില്ല് അടിപ്പിച്ചാണോ പോകുന്നത്? ഒരു ഇമോഷണൽ ആയിട്ടാണോ? ഇമോഷണൽ ഒന്നുമല്ല, കൊള്ളായിരുന്നു. നല്ലൊരു ത്രില്ലുണ്ട്. തിയേറ്റർ വാച്ച് അടിപൊളിയാണ്. അടിപൊളിയായിരുന്നു. ഇനി നിങ്ങൾക്ക് എങ്ങനെ ₹1 കൊണ്ട് iPhone 16 സ്വന്തമാക്കാന്ന് പറഞ്ഞുതരാം. അതിന്റെ സീക്രട്ട് ഇരിക്കുന്നത് നിങ്ങളുടെ ക്രിക്കറ്റ് ക്രേസിലാണ്. January 31 നടക്കുന്ന ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് മാച്ചിന് മുമ്പായി ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് My11 സർക്കിൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ടീം ക്രിയേറ്റ് ചെയ്യും. ഇനി ടീം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ 2 ടീമിൽ നിന്നും 11 ബെസ്റ്റ് പ്ലേയേഴ്സിനെ ചൂസ് ചെയ്യുക. അവരുടെ ആക്ച്വൽ പെർഫോമൻസ് അനുസരിച്ചാണ് നിങ്ങൾക്ക് പോയിന്റ് കിട്ടുക. എത്ര പോയിന്റ് കിട്ടുന്നു അത്ര വലിയ പ്രൈസസ് നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ഗിവ് അവേ കോൺടെസ്റ്റിൽ പങ്കെടുത്ത് iPhone 16 വിൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു കോൺടെസ്റ്റിനായിട്ടുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് വെറും ₹1. അതുപോലെ തന്നെ January 31 നടക്കുന്ന ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് മത്സരത്തിൽ മാത്രമേ ഈ ഒരു കോൺടെസ്റ്റ് വാലിഡ് ആയിരിക്കുള്ളൂ. അത് മാത്രമല്ല, മെഗാ കോൺടെസ്റ്റിൽ പങ്കെടുത്തുകൊണ്ട് ₹1 കോടി വരെ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് നേടാം. വിശ്വാസം വരുന്നില്ലല്ലേ? മിസ്റ്റർ പ്രതാപ് കുമാർ ഫ്രം ബഗാദുബ വില്ലേജ്, കേന്ദ്രപറ ഡിസ്ട്രിക്ട്, ഒഡീഷ ₹1 കോടി വിൻ ചെയ്തതുപോലെ നിങ്ങൾക്ക് വിൻ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് My11 സർക്കിൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഞങ്ങളുടെ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ഡെപ്പോസിറ്റിൽ 20% എക്സ്ട്രാ സമ്പാദ്യം നേടാവുന്നതാണ്. ഞാൻ എൻ്റെ ടീം ക്രിയേറ്റ് ചെയ്തു, നിങ്ങളും ഇപ്പോൾ തന്നെ ചെയ്യൂ. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റായി. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെടുകയും ചെയ്തു സിനിമ. പിന്നെ ബേസിൽ അമ്പാൻ ഇവർ രണ്ടുള്ള കോംബോ ഒരു രക്ഷയിലായിട്ട്, കാരണം അടിപൊളിയായിട്ട് തോന്നി. പിന്നെ ഉള്ളത് മ്യൂസിക്കും അടിപൊളി തന്നെ. കാരണം ഫസ്റ്റ് ഹാഫ് ഭയങ്കരമായിട്ട് എൻഗേജിങ് ആയിട്ടുള്ള തോന്നുന്നത്. എന്ത് സംഭവിക്കും എന്നുള്ളൊരു ആകാംക്ഷ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഫീൽ ചെയ്തുകൊണ്ടിരുന്നു ആ സിനിമയ്ക്കകത്ത്. പിന്നെ സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ ചെറിയൊരു ലാഗ് കണക്ക് ഫീൽ ചെയ്ത്. ബട്ട് എന്നിരുന്നാലും ഒരു ഫാമിലി ഓഡിയൻസിന് തീർച്ചയായിട്ടും കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു അടിപൊളി പടം തന്നെ പൊന്മാൻ. ത്രില്ലർ എലമെന്റ്സ് ഒക്കെ വർക്ക് ആയിട്ടുണ്ടോ? ടോട്ടലി അത് വർക്ക് ആയിട്ടുണ്ട്. കാരണം ഒരു എൻഗേജിങ്, ഒരു ത്രില്ലിങ് ആ മൂടി തന്നെയാണ് ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അങ്ങനെ സിനിമാറ്റിക് ആയിട്ടാണോ അതോ നാച്ചുറൽ ആയിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അത് കണക്ക് തന്നെ മ്യൂസിക് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം പറഞ്ഞ കണക്ക് തന്നെ ത്രില്ലിംഗ് മൊമെന്റ്സ് എല്ലാം മ്യൂസിക് നല്ല രീതിയിൽ എലിവേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്.
ടോട്ടലി തിയേറ്റർ വാച്ചിന് സജസ്റ്റ് ചെയ്യും. തീർച്ചയായിട്ടും. കാരണം ഫാമിലി ആയിട്ട് ഒന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഒന്നൊന്നര പടം തന്നെ. അതിനകത്ത് എല്ലാവരുടെയും പെർഫോമൻസും എടുത്തു പറയേണ്ട തന്നെ. ബേസിലിനെ മാറി ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ പ്രാവൻകൂടി ഷാപ്പ്, അതിൽ നിന്നും കുറച്ചും കൂടി എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ഈ സിനിമ. അത് തന്നെ സ്ത്രീധനം അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉള്ള ഒരു നാച്ചുറലായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഒരു നോവലിന്റെ അഡാപ്റ്റേഷൻ ആയതുകൊണ്ട് അതിന്റെ ഞാൻ എന്തെങ്കിലും നോവൽ വായിച്ചിട്ടില്ല. ഇല്ല. മൊത്തത്തിൽ എങ്ങനെയുണ്ട്? കാണാത്തവർക്ക് ആ ഒരു ഫ്രഷ്നെസ്സും ഒരു ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാവും? മോശമല്ല, നല്ല പടമാണ്. കാണാം. ത്രില്ലിങ് അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. സംഭവം കണ്ടിങ്ങനെ ഇരിക്കാം എന്നുള്ളൂ, അല്ലാതെ ത്രില്ലടിപ്പിക്കുന്ന എൻഗേജിങ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. പക്ഷെ കണ്ടിരിക്കാം. ഒരു തിയേറ്റർ വാച്ചിന് എങ്ങനെയാണ്? ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഒരു തിയേറ്റർ എലമെന്റ്സ് ഒക്കെ തോന്നി, അതെങ്ങനെ മൊത്തത്തില്? അത് ആ ഒരു ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ഒരു മൊത്തത്തിൽ നാച്ചുറലി എടുത്തു വെച്ചേക്കുന്ന സാധനമാണ്. അപ്പം ഭയങ്കര മാസ് മസാല പടങ്ങളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ല. നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഫീൽ ഗുഡ് പടം കണ്ടിരിക്കുന്ന പോലെ കണ്ടിരിക്കാം തുടക്കം മുതൽ അവസാനം വരെ. അപ്പൊ ഒരു കുമ്പളങ്ങിയിൽ ആ ഒരു ലൊക്കേഷൻ പ്രാധാന്യമുള്ള പോലെ നമ്മുടെ ഈ കൊല്ലം ലൊക്കേഷനൊക്കെ മൺട്രോത്തുരുത്ത് കാണാൻ എപ്പോഴും ഭയങ്കര ബ്യൂട്ടി ആണല്ലോ. അപ്പോൾ എല്ലാം കൂടെ വെച്ച് കാണാം. പ്രത്യേകിച്ച് കൊല്ലംകാരനായതുകൊണ്ട് ഇഷ്ട സ്ഥലം കൂടെ കണ്ടിരിക്കാം. പിന്നെ തിയേറ്റർ വാച്ചിന് ഇപ്പോൾ ചോദിച്ചാൽ കേട്ടോ, തിയേറ്റർ വാച്ചിന് വേണ്ടിയിട്ടൊന്നും ചെയ്തായിട്ട് തോന്നിയിട്ടില്ല. ഒരു നാച്ചുറൽ പടം അതിൻ്റെ രീതിയിൽ എടുത്തിട്ടുണ്ട്, കണ്ടിരിക്കാൻ കൊള്ളാം. അമിതമായ പ്രതീക്ഷകൾ വെച്ചിട്ട് ഈ തിയേറ്ററിക്കൽ വാച്ച് എന്ന രീതിയിൽ വരേണ്ട അങ്ങനെയല്ല പറഞ്ഞ നല്ല പടമാണ്. ഒരു ക്യാരക്ടറിന്റെ ഡെപ്ത് ഒക്കെ എങ്ങനെയുണ്ട്? ബേസിൽ കൊള്ളാം. ബേസിലിപ്പം അടിപൊളിയാണല്ലോ. ബേസിൽ വരുമ്പോഴാണ് പടം ഓണാവുന്നത് ശരിക്കും പറഞ്ഞാൽ. അതുവരെ നമ്മുടെ കൊല്ലമൊക്കെ കണ്ടിരിക്കുന്ന കൊല്ലംകാരൻ്റെ ഒരു വൈബ് ഇരിക്കാം. പിന്നെ ബേസിൽ പടം ഓണാവും. പിന്നെ കുറച്ച് രസമുണ്ട്. ഞാൻ പറഞ്ഞത് തിയേറ്ററിക്കൽ വാച്ചിന് വേണ്ടി അവർ സ്ക്രിപ്റ്റിൽ കുത്തിക്കിട്ടൊന്നുമില്ല, പക്ഷെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ല പ്രതീക്ഷിച്ച് വന്നാൽ ഇഷ്ടപ്പെടും. വേറൊരു ടേക്കാണ്. ഇപ്പം പൊതുവേ സ്ത്രീധനം എന്ന് പറഞ്ഞൊരു സെറ്റപ്പിന് വേറൊരു ടേക്കാണ്. അപ്പം അതിനകത്തൊരു മെസ്സേജ് എല്ലാ പടത്തിലും പോലെ അവസാനം അതിനെതിരെ എന്നുള്ള സെറ്റപ്പിലാണ് പറയുന്നത്. അത് പറഞ്ഞ് നന്നായെന്ന് തോന്നുന്നുണ്ട്. പിന്നെ എന്താ പറയാ, അതിനകത്ത് വേറെ ആ ഒരു എലമെന്റിനെ എടുത്ത് ഒരു പടത്തിനകത്ത് ത്രില്ലിംഗ് എലമെന്റിലോട്ട് കയറിയിട്ടുണ്ട്. ടോട്ടലി തിയേറ്റർ വാച്ച് സജസ്റ്റ് ചെയ്യും. കാണാം, അതെ, നല്ല പടമാണ്. സാധാരണക്കാരൻ്റെ ജീവിതത്തെ ടച്ച് ചെയ്ത് പോകുന്ന നമ്മളൊരു തിയേറ്റർ എക്സ്പീരിയൻസിന് എങ്ങനെയൊക്കെ ഉണ്ട്? എല്ലാവരും തിയേറ്റർ വാച്ചിന് പറ്റിയ ഐറ്റംസ്, ഫാമിലിക്ക് പറ്റിയൊരു സിനിമയാണ്. ചെറുപ്പക്കാർക്ക് അത് ടച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. കുടുംബത്തിന് എങ്ങനെയാണ്? ത്രില്ലർ ആയിട്ടാണോ പോകുന്നത്? ഫുള്ള് ത്രില്ലടിപ്പിക്കും? ചെറിയ രീതിയിൽ ത്രില്ലിങ് എങ്കിലും നല്ല രീതിയിൽ സ്റ്റോറി പറഞ്ഞു പോകുന്നു. ത്രില്ലിങ് കുറച്ച് അത്യാവശ്യം ത്രില്ലിംഗ് ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല, നല്ല സിനിമ. ബേസിക് സിനിമ, ബേസിക്കലി ബേസിലിൻ്റെ ഒരു സ്റ്റൈൽ സിനിമ എന്ന് പറയാം. ക്യാരക്ടർ എങ്ങനെയുണ്ട്? ഭയങ്കര ഡെപ്തുള്ള ക്യാരക്ടേഴ്സ് ആണല്ലോ എല്ലാം. കുഴപ്പമില്ലാത്ത നല്ല ക്യാരക്ടേഴ്സ് അല്ല. ഓക്കെ. സിനിമയാണോ അതോ? നല്ല മെസ്സേജുള്ള നല്ല സുന്ദരമായ പടം. അത് കൊല്ലത്തിനെ സംബന്ധിച്ച് കൊല്ലത്തിനെ ഇത്രയും അടയാളപ്പെടുത്തിയ ഒരു സിനിമ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഏറ്റവും കൊല്ലത്തിന്റെ ഏറ്റവും പ്രകൃതി ഭംഗിയും എല്ലാം കൃത്യമായി ഒപ്പിയെടുത്ത കൊല്ലത്തെ അറിയുന്ന ഒരാൾ പടം ചെയ്തതിന്റെ ഏറ്റവും വലിയൊരു സന്തോഷം. എല്ലാം ഫാമിലി ആയിട്ടൊക്കെ കാണേണ്ട നല്ല അത്യുഗ്രം പടം. കുറെ കാലത്തിന് ശേഷം കണ്ട പടത്തിന് ഏറ്റവും നന്നായിട്ടുണ്ട്. ബേസിൽ എങ്ങനെയുണ്ട്? ബേസിലൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്, എല്ലാവരും സൂപ്പർ ആയിട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ബേസിൽ ജോസഫിന്റെ പൊന്മാൻ കൺട്രി ഓഡിസിന്റെ റിവ്യൂസ് ഒക്കെ കേട്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു പടം കണ്ടവരാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. അപ്പോൾ ഇത് കൊല്ലം ബേസ്ഡ് ആയിട്ടുള്ള സിനിമയോടെ തന്നെ കൊല്ലത്ത് നിന്ന് എടുത്ത ഓഡിയൻസിന്റെ റിവ്യൂസ് ആണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ ഇതൊക്കെ റിയൽ ആണോ ജെന്യൂൻ ആണെന്നൊക്കെ കണ്ടവർ മറ്റ് ജില്ലക്കാരൊക്കെ ഒന്ന് കമന്റ് ചെയ്തൊക്കെ വീഡിയോ ഇപ്പം ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. യെസ്, അപ്പോൾ ₹1 iPhone 16 സ്വന്തമാക്കാനായിട്ട് ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് My11 സർക്കിൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മെഗാ കോൺടെസ്റ്റിൽ പങ്കെടുത്തുകൊണ്ട് 1 കോടി വരെ വിൻ ചെയ്യാം. അത് മാത്രമല്ല, ആദ്യ ഡെപ്പോസിറ്റ് നിങ്ങൾക്ക് 20% എക്സ്ട്രാ സമ്പാദ്യം നേടാം നിങ്ങളുടെ റിസ്കിൽ.